സ്വാഗതം. എയ്ഡവും റിസാല അപ്ഡേറ്റും ചേരുന്ന ഇലക്ഷൻ സ്പെഷ്യൽ ഡിബേറ്റ്സിലേക്ക്. രാജ്യത്തെ 2 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ ഫലം വന്നു. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന ഫലമായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ തലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന നിരീക്ഷണമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്നൊരു രാഷ്ട്രീയ സാഹചര്യവുമായും ആ സമയത്തുണ്ടായിരുന്ന അഭിപ്രായ സർവേകളുമായും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന എക്സിറ്റ് പോളുകളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത വിധത്തിലുള്ള ഒരു റിസൾട്ടാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. ആകെയുള്ള 288 നിയമസഭാ സീറ്റുകളിൽ 235 BJP നേതൃത്വം നൽകുന്ന മഹായുതി എന്ന് പറയുന്ന NDA സഖ്യത്തിനൊപ്പമാണ്. അതായത് BJPയും ശിവസേനയും, ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേനയും അജിത് പവാർ നേതൃത്വം നൽകുന്ന NCPയും ചേരുന്ന ഈ സഖ്യം ഏതാണ്ട് 235 സീറ്റ് നേടിക്കൊണ്ടാണ് അവിടെ അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അതേസമയം ഇപ്പുറത്ത് കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP വിഭാഗവും ചേരുന്ന ഇന്ത്യ ബ്ലോക്കിന് ആകെ ലഭിച്ചത് ഏതാണ്ട് 49 സീറ്റ് മാത്രമാണ്. 50 സീറ്റിൽ താഴെ മാത്രമാണ്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് 20 സീറ്റ്, കോൺഗ്രസ്സിന് 16 സീറ്റ്, NCP ശരത് പവാർ NCPക്ക് 10 സീറ്റ്. അങ്ങനെയാണ് ആ കക്ഷികൾക്കിടയിലുള്ള സീറ്റുകളുടെ എണ്ണം. പിന്നെ 1-2 സീറ്റ് മറ്റ് സഖ്യകക്ഷികൾക്കും ലഭിച്ചിട്ടുണ്ട്. ഇതാണ് സിറ്റുവേഷൻ. എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിജയം BJPക്ക്? ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം അവിടെയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ BJP 9 സീറ്റിലേക്ക് ചുരുങ്ങിയതാണ്. ഇപ്പുറത്ത് ഇന്ത്യ സഖ്യം വലിയ വിജയം നേടുകയും ചെയ്തു. അവിടെ നിന്ന് ഈ ഒരു 6 മാസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിജയം അവിടെ നേടിയെടുക്കാൻ NDAക്ക് BJPക്ക് കഴിഞ്ഞത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്ന് BJP വലിയ തോതിലുള്ള ശ്രമം അന്നു മുതൽ തന്നെ തുടങ്ങിയിരുന്നു. കർഷകരെ ലക്ഷ്യമിട്ടുള്ള പരിപാടികൾ, അതുപോലെ സ്ത്രീകളെ ഉന്നം വെച്ചിട്ടുള്ള പരിപാടികൾ, ഇതൊക്കെ സർക്കാർ തന്നെ, അവിടുത്തെ അധികാരത്തിലിരുന്ന ഏക്നാഥ് ഷിൻഡെ സർക്കാർ തന്നെ നടപ്പാക്കി. ഇതിൻ്റെ ഫലമുണ്ടായി. അങ്ങനെയുള്ള പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതേസമയം ഇലക്ഷൻ പ്രക്രിയയിൽ നേരത്തെ മുതൽ ആരോപിക്കപ്പെടുന്ന വിധത്തിലുള്ള കൈകടത്തലുകളെക്കുറിച്ചുള്ള സംശയങ്ങളും അവിടെ ഉയരുന്നുണ്ട്. നമുക്കൊപ്പം ഉള്ളത് സിബി സത്യനാണ്, സീനിയർ ജേർണലിസ്റ്റാണ്. അദ്ദേഹം മഹാരാഷ്ട്ര രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി ദീർഘകാലമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളോടൊപ്പം ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോൾ സിബി ഒരു കാര്യം പറഞ്ഞിരുന്നു: അപ്രതീക്ഷിതമായ ചില ഫലങ്ങൾ മഹാരാഷ്ട്രയിൽ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്ന്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പായിരുന്നു. അവിടെ ക്യാമ്പയിനൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു. ആ അപ്രതീക്ഷിതമായ ഫലം വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ കണ്ടു. ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് സംസാരിക്കുമ്പോഴും 2 സഖ്യങ്ങളും, അതായത് മഹാവികാസ് അഘാഡിയും മഹായുതിയും ഏതാണ്ട് തുല്യശക്തി പോലെ നിൽക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണമാണ് സിബി നടത്തിയത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന ഫലമുണ്ട്. സിബിക്ക് എന്താ തോന്നുന്നത്? ഈ റിസൾട്ടിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മഹാവികാസ് അഘാഡിയുടെ ഒരു അമിത ആത്മവിശ്വാസം, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഉണ്ടായ സ്വയംകൃതാനർത്ഥത്തിൻ്റെ ഭാഗമായുണ്ടായ റിസൾട്ട് എന്നുള്ളൊരു വ്യാഖ്യാനം അവിടെയുണ്ട്. മറുവശത്ത് ഈ ഇലക്ഷനീറിങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. രാജീവ്, ഇതിനകത്ത് ആദ്യമേ ഞാൻ പറയാം, ഈ റിസൾട്ട് എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. അതാണ് ആദ്യത്തെ വാക്ക് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു കാരണവശാലും സാധാരണ നിലയിൽ ഉണ്ടാവേണ്ട ഒരു റിസൾട്ട് അല്ല ഇത്. ഒരിക്കലും ഈ റിസൾട്ട് സംഭാവ്യമല്ല. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒരു പക്ഷേ വളരെ വളരെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ഡിസ്കഷൻ ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ ഇന്ത്യ സഖ്യം എങ്ങനെ തെളിയിക്കും, അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, സംശയങ്ങളുണ്ട്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ 4 മാസം മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ 14 സീറ്റുകളാണ് കോൺഗ്രസ്, അതായത് വിമതനടക്കം, പിന്നീട് കോൺഗ്രസിൽ ചേർന്ന വിമതനടക്കം 14 സീറ്റുകൾ കിട്ടിയ കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റുകളാണ് കിട്ടുന്നത്. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ 6 മാസം കൊണ്ട് എന്ത് മാജിക്കാണ് സംഭവിക്കുന്നത് ഈ ലോകത്ത്? 4 മാസം കഷ്ടിച്ച്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അല്ലേ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ,
മനസ്സിലായി. വെറും കേവലം 6 മാസം, 5 മാസം അല്ലെ 6 മാസം കൊണ്ട് ഇത്രയും വലിയൊരു മാറ്റം, ഇത്രയും ഒരു വളരെ ശക്തമായി നിന്നൊരു പ്രതിപക്ഷം തകർന്നടിയാനുള്ള ഒരു സാധ്യതകളും ഈ ലോകത്ത് ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം അമിതമായ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കോൺഗ്രസിനോ അല്ലെങ്കിൽ MBAക്കോ അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർക്ക് നല്ലൊരു നിലയിൽ ജയിക്കാമെന്നും പക്ഷെ അതേസമയം തന്നെ മത്സരം ടൈറ്റ് ആണ് എന്നും കൃത്യമായ ബോധമുണ്ടായിരുന്നു. അതിനകത്ത് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഹരിയാന ഫലം പുറത്തു വന്നതോടുകൂടിയിട്ട് MBAയുടെ മുഴുവൻ ഇലക്ഷൻ എഞ്ചിനീയറിംഗും അതിനനുസരിച്ച് മാറ്റപ്പെട്ടിരുന്നു. അവർ വളരെ കോഷ്യസ് ആയ ഒരു സമീപനമാണ് എടുത്തിരുന്നത്. ഒരിടത്തും അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വളരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരും ഒക്കെ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്കായിരിക്കും തുടങ്ങിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷെ ആ ഉന്നയിച്ചിരുന്നെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിനെ ക്ലിയർ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും മാറ്റുകയും ഇലക്ഷന് ശേഷം ഞങ്ങൾ സഖ്യമായിട്ട് ചേർന്ന് ഇക്കാര്യം തീരുമാനിക്കുമെന്ന് പറയുകയും ഇതിനിടയ്ക്ക് എനിക്ക് തന്നെ അറിയാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പല കോൺഗ്രസ് നേതൃത്വം അത്യാവശ്യം ഉദ്ധവ് താക്കറേക്ക് വ്യക്തമായ ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വേറെ ഒരു കാരണവശാലും ഞങ്ങളുടെ ഭാഗത്ത്, പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ഒരു X നമ്പർ ഓഫ് സീറ്റ് അഷ്വർ ചെയ്യണം എന്നുള്ളത്. കാരണം ശിവസേന ഇച്ചിരി മടിയന്മാരായതുകൊണ്ട് ആ ഒരു തലത്തില് സീറ്റ് അഷ്വർ ചെയ്യണം എന്നൊരു ഒരു ഒരു സംഭവം കൊടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ നിലയ്ക്കും കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ തന്നെയാണ് ഒരു പരിധി വരെ അത് പ്രവർത്തിച്ചത്. ഇത്രയും വലിയൊരു പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യവും മഹാരാഷ്ട്ര നിലവിലില്ല, ഒരു കാരണവശാലും ഇല്ല. അതിന് നാളെ എന്തു പറഞ്ഞാലും ഏത് രീതിയിൽ തെളിയിക്കപ്പെട്ടാലും അല്ലെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഈ കഴിഞ്ഞ 6 മാസത്തിൽ 1-2 നല്ല സംഭവങ്ങൾ നടന്നു എന്നുള്ളത് നമ്മൾ അവഗണിക്കുന്നുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് വെൽഫെയർ സ്കീമുകളാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ വന്ന ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ലടുക്കി ബഹൻ സ്കീം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. 1500 രൂപ വീതം 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള വീടുകളിൽ എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. അതാണ് മത്സരത്തെ ടൈറ്റ് ആക്കിയത്. ഇല്ലെങ്കിൽ ഈ ഇവിടെ മത്സരം തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഒരു മത്സരം തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഭരണവിരുദ്ധ വികാരവും, കാരണം മോദിയാണ് ഏറ്റവും വലിയ സോഴ്സ് ഓഫ് വോട്ട് അട്രാക്ഷൻ ഇൻ BJP. മോദിക്ക് വോട്ട് ചെയ്യാത്ത ജനം ഫഡ്നാവിസിന് വോട്ട് ചെയ്യുമെന്ന് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? മോദിക്ക് വോട്ട് ചെയ്യാത്ത ജനം വൻതോതിൽ ഇറങ്ങി ഫഡ്നാവിസിന്, അത് ഉപമുഖ്യമന്ത്രിയായി മാത്രം ഒതുക്കപ്പെട്ട ഫഡ്നാവിസിന് വേണ്ടി വോട്ട് ചെയ്യുന്നു എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഏത് ലോജിക്കാണ് അതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നത്? അങ്ങനെ ലോജിക്ക് ഇല്ല ഇവിടെ. ഈ ലടുക്കി ബഹൻ സ്കീം ശരിയാണ്, കാരണം അതിനകത്ത് 1 കോടി ഗുണഭോക്താക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പകരം 2.5 കോടി പേർക്ക് കൊടുത്തു. അത് യാതൊരു മാനദണ്ഡമല്ല, സർക്കാരിന്റെ പണം കൈക്കൂലിയായി കൊടുക്കുന്ന ഒരു സ്കീം തന്നെയായിരുന്നു. അത് 3 മാസം കൊടുത്തു. അത് വലിയ ചലനം സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയെങ്കിൽ പോലും ഇത്രയും വലിയൊരു വ്യത്യാസത്തിലേക്ക് വരത്തക്ക രീതിയിൽ അതിനകത്ത് കാര്യങ്ങളില്ല. കാരണം അത്ര അസംതൃപ്തരായ കർഷകരുണ്ടായിരുന്നു. ഈവൻ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ 3000 രൂപ വെച്ചിട്ടാണ് ഒരു വാഗ്ദാനം ചെയ്തിരുന്നത്. അവര് തൊഴിലില്ലായ്മ വേതനം വാഗ്ദാനം ചെയ്തിരുന്നു. അതുപോലെ അവര് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര മുതൽ ഒരുപാട് സ്കീമുകൾ അവര് വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പൊ ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് അത്യാവശ്യം പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചു. കാരണം നമ്മൾ നേരത്തെ മുൻകാലങ്ങളിൽ കാണുന്ന പോലെയല്ല, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പ് തൊട്ട് ഇന്നലെ വരെയുള്ള അല്ലെങ്കിൽ ഇലക്ഷന് തൊട്ട് മുമ്പ് വരെയുള്ള ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും, ഈവൻ AICC ഒബ്സർവർമാർ മുതൽ അതിന്റെ ഇൻചാർജ് മുതൽ അല്ലെങ്കിൽ അതിന്റെ PCC പ്രസിഡന്റ് മുതൽ DCC മുതൽ ബ്ലോക്ക് കമ്മിറ്റികൾ മുതൽ എല്ലാ താഴെത്തട്ടിലും പ്രവർത്തനം എത്തുന്ന രീതിയിൽ വളരെ ഒബിയസ്ലി ഞാൻ ശരത് പവാറും അതേപോലെ വർക്ക് ചെയ്തു. ഞാൻ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ കുറിച്ചിട്ട് അത്ര ശക്തമായി പറയുന്നില്ല, കാരണം അവർക്ക് ചിലയിടങ്ങളിൽ അവരൊന്ന് തപ്പി തടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ അജിത് പവാറിന് എങ്ങനെയാണ് ശരത് പവാറിനേക്കാൾ കൂടുതൽ വോട്ടെടുക്കാൻ പറ്റുക? ഒരിക്കലും നടക്കില്ലത്. വെസ്റ്റേൺ മഹാരാഷ്ട്രയുടെ അവസാനത്തെ വാക്ക് ശരത് പവാറാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്രയും വലിയ 41 സീറ്റ് അജിത് പവാർ ബോധം കെട്ട് വീണിട്ടുണ്ടാവണം. കാരണം ഒരിക്കലും അതായത് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പ്രവചിച്ച സീറ്റ് എന്ന് പറയുന്നത് 15 മുതൽ 20 വരെയാണ് അജിത് പവാർ പാർട്ടിക്ക്. അവരാണ് 41 സീറ്റ് കിട്ടിയിരിക്കുന്നത്. തികഞ്ഞ അവിശ്വസനീയത ഈ റിസൾട്ടിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഇതിൻ്റെ പോസ്റ്റ് ഇലക്ഷൻ അനാലിസിസ് റിപ്പോർട്ടുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതേ അവിശ്വസനീയതയും ഇതേ അത്ഭുതവും ഈ ഇലക്ഷൻ റിസൾട്ട് കണ്ടപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴും ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അത് 288-ൽ 235 സീറ്റിലേക്ക് ഈ സഖ്യം എത്തുക എന്ന് പറയുന്നത് എന്താ പറയുക, ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു
നേട്ടമായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഈ റിസൾട്ട് വന്നതിന് ശേഷം ഇന്നലെ ഇന്നുമായിട്ട് ഇതുമായി റിലേറ്റ് ചെയ്ത് വന്ന ഈ ഇലക്ഷൻ അനാലിസിസുകൾ മുഴുവൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീകളെ ലാക്കാക്കിയുള്ള ക്ഷേമ പദ്ധതികൾക്ക് പുറമെ ഈ കർഷകരുടെ രോഷം തണുപ്പിക്കാൻ പാകത്തിലെടുത്ത നടപടികൾ, അതിപ്പോൾ സവാളയുടെ ലഭ്യത ഉറപ്പാക്കാൻ പാകത്തിലെടുത്ത നടപടികൾ, അതിൻ്റെ പ്രൊക്യൂർമെൻറ്റിന് വില കൂടുതൽ നൽകിയത്, അങ്ങനെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചിലരൊക്കെ പറയുന്നുണ്ട്. ഇത് കർഷകരെ കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതോടൊപ്പം പ്രധാനമായും ഈ പറയുന്ന അനാലിസിസുകളിൽ മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അപ്പുറത്തെ, അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യത്തിൻ്റെ മഹാവികാസ് അഘാഡിയുടെ അതിലുണ്ടായ പ്രശ്നങ്ങളാണ്. അതായത് കൂടുതൽ സീറ്റിന് വേണ്ടി കോൺഗ്രസ് വാദിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അത് സഖ്യത്തിൽ പ്രയാസങ്ങളുണ്ടാക്കി, പരസ്പര വിശ്വാസമില്ലായ്മ ഉണ്ടാക്കി. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്ന വിശ്വാസ്യത ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായില്ല എന്ന് ഒരു വാദമുണ്ട്. അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിലെ വിജയം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ സഖ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാൻ വൈകി എന്നുള്ള വിമർശനം ചിലർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ഇതൊന്നും വളരെ കൺവിൻസിങ് ആണോ എന്ന് ചോദിച്ചാൽ കൺവിൻസിങ് അല്ലേ താനും. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ രാജീവ്. അതായത് ഒന്നെന്ന് പറയുന്നത് കോൺഗ്രസ് വിട്ടുവീഴ്ച കാണിച്ചില്ല. ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു. കോൺഗ്രസ് ഇത്രയും വിട്ടുവീഴ്ച കോൺഗ്രസ് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിലും ഇന്നേ വരെ കാണിച്ചിട്ടില്ല എന്ന് ഞാൻ എഴുതി വെച്ചു തരാം. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണ്. അവരുടെ അത്രയും സീറ്റുകൾ കൊടുത്തു, മനസ്സിലായോ? പക്ഷേ അവർക്ക് സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്ട്രൈക്ക് റേറ്റ് ഏറ്റവും കൂടുതലുള്ള ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കോൺഗ്രസിന് നാച്ചുറലി അവകാശപ്പെടേണ്ട സീറ്റുകൾ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ വളരെ അത്രയ്ക്ക് ഭീകരമായ സീറ്റുകൾ അവർ അധികം എടുത്തിട്ടില്ല. അവർ മറ്റവരെക്കാൾ 8-10 സീറ്റ് മാത്രമേ അധികം എടുത്തിട്ടുള്ളൂ, മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ നോക്കൂ, ഈ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം, ഉദാഹരണമായിട്ട് കൊങ്കൺ, താനെ, മുംബൈ ബെൽറ്റ്, ഈ ബെൽറ്റ് എന്ന് പറയുന്നത് ശിവസേനയുടെ ശക്തി കേന്ദ്രമാണ്. 36 സീറ്റുള്ള ബോംബെ സിറ്റിയിൽ കോൺഗ്രസ് മത്സരിച്ച് 10 സീറ്റിലാണ്. 10 സീറ്റ്, 36 സീറ്റുള്ള ഒരു സ്ഥലത്ത് 10 സീറ്റ്. ബോംബെ നഗരത്തിന്റെ നടുക്കിലാണ്. ഭയങ്കര വിമർശനം കോൺഗ്രസിലുണ്ടായ ഒരു സംഗതിയാണ്. കോൺഗ്രസിൽ ഭയങ്കര, അതായത് കോൺഗ്രസിലെ സിറ്റിയുടെ തുടക്കത്തിലുള്ള ഒരു പ്രകടനം തന്നെ നേതാക്കന്മാരുടെ അസംതൃപ്തിയുടെ അല്പം വീക്കായോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലുള്ള അത്ര പ്രതിഷേധം കോൺഗ്രസിനകത്തുണ്ടായിരുന്നു, ഇത്രയും വിട്ടുവീഴ്ച ചെയ്തതിന്. പക്ഷെ കോൺഗ്രസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ വിദർഭ, മറാത്തവാഡ ഏരിയകളിൽ കൂടുതൽ സീറ്റ് എടുത്തിട്ട് വളരെ ശരിക്കും പറഞ്ഞാൽ സ്ട്രാറ്റജിക്കലി നല്ല മൂവ്മെന്റ് ആയിരുന്നു ഇത്തവണത്തെ MVA നടത്തിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വിദർഭ, മറാത്തവാഡ കോൺഗ്രസിന്റെ കേന്ദ്രം, അവിടെ കോൺഗ്രസ് കൂടുതൽ സീറ്റ് എടുക്കുക. വെസ്റ്റേൺ മഹാരാഷ്ട്ര എൻ്റെ റീജിയൻ നമ്മളുടെ ശരത് പവാറിന്റെ ശക്തി കേന്ദ്രം, അവിടെ പരമാവധി സീറ്റുകൾ NCP കൊടുക്കുക. ബോംബെ, കൊങ്കൺ ബെൽറ്റ് ശിവസേനയുടെ ശക്തി കേന്ദ്രം, പരമാവധി സീറ്റുകൾ അവർക്ക് അവിടെ കൊടുക്കുക. അപ്പൊ ഈ നിലയ്ക്ക് വളരെ കൃത്യമായിട്ട് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നടന്നൊരു സംഗതിയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വിമതശല്യം അല്ലെങ്കിൽ പരസ്പര വിശ്വാസല്യം. ഇതിനേക്കാൾ 10 ഇരട്ടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് മഹായുതിയിലെ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ശിവസേന ഷിൻഡേക്ക് സീറ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് 13 സ്ഥാനാർത്ഥികളെ BJP അടിച്ചെടുത്തു. അതായത് BJP നേതാക്കന്മാർ ഷിൻഡെ ശിവസേനയിൽ ചേർന്നിട്ട് ഷിൻഡെ ശിവസേനയുടെ സ്ഥാനാർത്ഥിയാവുക. അങ്ങനെ 13 സീറ്റുകൾ ഷിൻഡെ ശിവസേന വിട്ടുകൊടുത്തു. അതേപോലെ തന്നെ അജിത് പവാറിന് 5 സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വന്നു. അവരുടെ അലോട്ടഡ് സീറ്റുകളിൽ അജിത് പവാറിന്റെ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് അവർ മത്സരിക്കുക. പക്ഷെ പഴയ BJP നേതാക്കന്മാരാണ്. അവര് പെട്ടെന്ന് കൂറുമാറി ഇങ്ങോട്ട് വരുന്നു. നവാബ് മാലിക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വൻ പ്രശ്നങ്ങളായിരുന്നു. നവാബ് മാലിക്കിന്, അജിത് പവാർ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മുംബൈയിൽ നിന്ന് മത്സരിച്ച മുൻ മന്ത്രി നവാബ് മാലിക്കിന് പിന്തുണ കൊടുക്കില്ല എന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു BJP മണികളുമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രതിസന്ധി, മറ്റൊരു വലിയ പ്രതിസന്ധി ഇവിടെ ആയിരുന്നു. മാഹിം സീറ്റില് രാജ് താക്കറെയുടെ മകൻ മത്സരിച്ചു. രാജ് താക്കറെയുടെ മകന് പിന്തുണ കൊടുക്കണമെന്നാണ് BJPയുടെ ആഗ്രഹം. പക്ഷേ ഷിൻഡെ ശിവസേന വിഭാഗം അയാളുടെ വിശ്വസ്തനായ സദാ സർവങ്കറെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. അതേ തുടർന്നുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം മഹായുതിയിൽ നടന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പരസ്പരം യാതൊരു വിശ്വാസവും ഇല്ലാതെ പരസ്പരം വെട്ടി മരിക്കാൻ നോക്കുന്ന ഒരു സഖ്യം എന്ന് പറയുന്നത്. അതിനെ സഖ്യം എന്നേ വിളിക്കാൻ പറ്റില്ല, കാരണം പരസ്പര വിശ്വാസമില്ലാത്ത 3 പാർട്ടികളുടെ കൂട്ടമായിരുന്നു. കാരണം ഷിൻഡെ വിഭാഗം ഇന്നേ വരെ അജിത് പവാർ ആ പാർട്ടിയൊന്നും അംഗീകരിച്ചിട്ടില്ല, അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ശിവസേന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ സഖ്യം വന്നുകൊണ്ടാണ് ഇത്രയും ഭാഗ്യദോഷം ഉണ്ടായത് എന്നാണ് BJPയുടെ ഒരു വിഭാഗം ആൾക്കാരുടെ വാദം തന്നെ, അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാവരും ഒരു അശുഭ ശകുനമാണ് എന്ന രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കാരണം ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് സംഭവം. അതായത്
സാധാരണ നിലയ്ക്ക് ഇത്തരം സഖ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ ഒരു പാർട്ടിയുടെ വോട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനുള്ള ബുദ്ധിമുട്ട് നമ്മൾ വളരെ നേരത്തെ തന്നെ സഖ്യം ഉണ്ടാക്കിയാൽ പോലും നടക്കാത്ത കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സഖ്യം ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, നേരത്തെ മുതൽ തന്നെ സഖ്യം തീരുമാനിച്ചിട്ട് പക്ഷേ ഈ പാർട്ടികളുടെ പരസ്പരമുള്ള വോട്ട് കൈമാറ്റം ഒട്ടും സുഖകരമല്ലാതാവുകയും അതിൻ്റെ ഫലം ഇലക്ഷൻ റിസൾട്ട് കാണുകയും ചെയ്തു. ഇവിടെ ഈ പറയുന്ന വിധത്തിലാണെങ്കിൽ ഈ മഹായുതിക്ക് ഈ NCP ശരത് പവാർ പക്ഷത്തിലേക്ക് വോട്ട് ഈ രണ്ട് പാർട്ടികൾക്കും ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. തിരിച്ചുള്ള ട്രാൻസ്ഫർ അജിത് പവാർ പക്ഷത്തേക്ക്. അതെ, അജിത് പവാർ പക്ഷ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് മഹായുതി എന്ന് പറയുന്ന ഒരു സഖ്യമായിരുന്നില്ല, അത് പരസ്പരം പോരടിക്കുന്ന മൂന്ന് പാർട്ടികളായിരുന്നു. അതായത് ഷിൻഡെ ശിവസേനയ്ക്ക് കൂടുതൽ സീറ്റ് കിട്ടാതെ അവരുടെ സീറ്റ് കുറച്ചു കൊണ്ടുവന്നിട്ട് BJPക്ക് അധികാരം പിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് BJP തയ്യാറാക്കിയിരുന്നത്. അതുപോലെ ഷിൻഡെയേക്കാൾ പ്രാമുഖ്യം തങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് ഷിൻഡെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കിട്ടാതെ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വോട്ട് കിട്ടണം എന്നുള്ള പരിപാടിയാണ് അജിത് പവാറിന്റെ പാർട്ടി തയ്യാറാക്കിയിരുന്നത്. അതുപോലെ ഇവരെ രണ്ടുപേരും ഒതുക്കിയിട്ട് ഞങ്ങൾക്ക് പരമാവധി കൺസിഡറബിൾ സീറ്റ് വേണമെന്നുള്ള സ്ട്രാറ്റജിയാണ് ശിവസേന തയ്യാറാക്കിയിരുന്നത്, ഷിൻഡെ ശിവസേന. ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുകയാണ് ഇതുപോലൊരു വിജയം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അസംഭാവ്യമാണ്, ഇത് സംഭവിക്കാൻ പറ്റില്ല. നോർമലി ഒരു സാധാരണ സാഹചര്യത്തില് ഇങ്ങനൊരു സംഗതിയെ നടക്കില്ല. പിന്നെ ഇവര് ഒരു നറേറ്റീവ് വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ആ നറേറ്റീവിനകത്ത് പല ഘട്ടങ്ങളിലും ഒന്നെന്ന് പറയുന്ന ഈ എന്താ പറയുക സർവേകളാണ്. ഓക്കെ, ആദ്യം നടന്ന പ്രീ പോൾ സർവേകളിൽ എവിടെയും ഈ പറഞ്ഞതുപോലുള്ള സംഭവങ്ങളൊന്നും നടന്നില്ല. കുറച്ച് മാനേജ്ഡ് ആയിട്ടുള്ള കുറെ സർവേകളുണ്ട്, നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അത് അവരൊക്കെയാണ് ഈ പറഞ്ഞ മഹായുതി വിജയിക്കും എന്നൊക്കെ പറയാം. ബാക്കിയുള്ള സർവേക്കാരെ പറയാൻ പോലും ധൈര്യപ്പെട്ടില്ല. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ നോക്കേണ്ടത് ഒരു പാറ്റേൺ ഉണ്ട്. ഈ പോസ്റ്റ് പോൾ സർവേ, ഈ പോസ്റ്റ് പോൾ സർവേയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അവർ ആദ്യം ഒരു അപ്രതീക്ഷിത വിജയം പ്രഖ്യാപിക്കും. ഓക്കെ, അപ്പം ജനങ്ങളെ വോട്ടെണ്ണുന്നതിന് മുമ്പ് മാനസികമായിട്ട് ആ വിജയം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവരെ തയ്യാറെടുപ്പിക്കുക എന്നുള്ള തരത്തിലാണ് ആക്ച്വലി അത് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ അതിനുശേഷമാണ് റിസൾട്ട് വരുന്നത്. അപ്പൊ ഈ റിസൾട്ട് വരുമ്പോഴേക്കും ഇതുപോലെ ലാൻഡ് സ്ലൈഡ് വിക്ടറി വന്നു കഴിഞ്ഞാൽ അതിൽ പകുതി അംഗീകരിക്കുന്നുണ്ട് ഓൾറെഡി, കാരണം പോസ്റ്റ് പോൾ സർവേ പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു രൂപത്തിൽ വളരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കോൺസ്പിറസി തിയറീസ് ഇപ്പൊ നിലവിലുള്ളത് ഞാൻ പറയുന്നത്, നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ജമ്മു കാശ്മീർ, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര 4 തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിതമായ ആത്മവിശ്വാസം NDA സഖ്യത്തിനുണ്ടായിരുന്നു, അമിതമായ ആത്മവിശ്വാസം. അതുകൊണ്ട് എന്ത് വന്നാലും ഞങ്ങള് 400-ൽ കൂടുതൽ സീറ്റ് നേടും എന്നൊരു നറേറ്റീവ് അവർ തന്നെ ഉണ്ടാക്കി, അവർ തന്നെ അതിൽ വിശ്വസിച്ചു. അത് കാരണം പക്ഷെ അവസാനം ഫലം വന്നപ്പോൾ അതുണ്ടായില്ല. അപ്പൊ അതിനുശേഷം നിങ്ങൾ ആ പാറ്റേൺ ശ്രദ്ധിക്കണം. അതിനുശേഷം നടന്ന 4 തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും അവർ ജയിക്കുന്നുണ്ട്. അതായത് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് എടുക്കുക. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനും BJPക്കും വലിയ കാര്യമുള്ള ഇലക്ഷൻ അല്ല. അപ്പൊ അത് അവർ വിട്ടുകൊടുത്തു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഹരിയാനയിലേക്ക് വരിക. അവിടെ കോൺഗ്രസും BJPയും നേർക്ക് നേരെയാണ്. അത് BJP പിടിച്ചെടുക്കുകയാണ് അഗൻസ്റ്റ് ഓൾ ഓഡ്സ്. അതാണ് മനസ്സിലാക്കേണ്ടത്. 15 വർഷത്തെ ഭരണവിരുദ്ധ വികാരത്തെ കംപ്ലീറ്റ് ആയിട്ട് മറികടന്നുകൊണ്ട് അവരത് പിടിച്ചെടുക്കുകയാണ് വീണ്ടും. ഇനി അടുത്ത് നോക്കുക, ജാർഖണ്ഡും മഹാരാഷ്ട്രയിലേക്കും വരിക. ജാർഖണ്ഡില് ഈ പറഞ്ഞത് ജാർഖണ്ഡ് വിട്ടുകൊടുത്തു. ജാർഖണ്ഡ് കോൺഗ്രസ് ഡയറക്റ്റ് അല്ല, JMM ആണ് അവിടെ ഉള്ളത്. കോൺഗ്രസ് സഖ്യകക്ഷി മാത്രമാണ്, BJPക്ക് വലിയ സ്റ്റേക്ക് ഇല്ല അതിനകത്ത്. അപ്പൊ അതുകൊണ്ട് ജാർഖണ്ഡ് വിട്ടുകൊടുത്തു, പകരം മഹാരാഷ്ട്ര അവരെടുത്തു. മഹാരാഷ്ട്രയുടെ വിജയം തന്നെ നോക്കുക. വിജയം നമ്മളൊരു കോൺസ്പിറസി ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ തവണ ആവർത്തിച്ചൊരു അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു റിസൾട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, നാളെ ഷിൻഡെ വിഭാഗമോ അജിത് പവാർ വിഭാഗമോ മറുപക്ഷത്ത് ചാടി കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉണ്ടാവില്ല, ഒരു കാരണവശാലും ഗവൺമെന്റ് ഉണ്ടാവില്ല. ഇനി നിലവിൽ BJPക്ക് എത്ര 135 സീറ്റുകളല്ലേ, 134? അപ്പൊ 135 സീറ്റിൽ നിന്ന് കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇനി എത്ര സീറ്റുകൾ വേണം? 9 സീറ്റുകളൂടെ മതി അല്ലെ? ഈ 9 സീറ്റിനകത്ത് ഓൾറെഡി BJP സ്ഥാനാർത്ഥികൾ ഷിൻഡെയിൽ നിന്ന് ശരത് പവാർ ജയിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അവര് അപ്പുറത്തോട്ട് മാറുകയും മുഴുവൻ ഈ 2 ഘടകകക്ഷികളും മാറി പ്രതിപക്ഷത്ത് ചേർന്നാൽ പോലും ഇത്ര MLA-മാർ രാജിവെച്ചാൽ മതി. അതെ, മനസ്സിലായി? ഒന്നും സംഭവിക്കും, ഇത്ര MLA-മാർ രാജിവെച്ചാൽ മതി. അപ്പൊ ഈ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ BJP സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ഥലമാണ്. കാരണം ഇന്ത്യയുടെ GDP-യുടെ 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സിംഗിൾ സ്റ്റേറ്റ് ആണത്. മനസ്സിലായോ? ഇപ്പൊ ഈ ഒരു സിംഗിൾ സ്റ്റേറ്റിന്റെ അധികാരം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്.
കാരണം ഗുജറാത്ത്, നമ്മൾ ഈ പറയുന്ന ഗുജറാത്തിൽ പോലും ഗുജറാത്ത് 7% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ GDP-ക്ക്. 15% മഹാരാഷ്ട്ര കോൺട്രിബ്യൂഷൻ. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെ അധികാരം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിൽ, കാരണം മഹാരാഷ്ട്ര നഷ്ടപ്പെട്ടാൽ സാമ്പത്തികമായ തല നഷ്ടപ്പെട്ട പോലെയാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ഇത് പിടിച്ചെടുക്കാൻ അവർ എന്തും ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഒരു സംഗതി. പിന്നെ രണ്ടാമത്തെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുന്നത്, മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റ് ആണ്. UP കഴിഞ്ഞ് കഴിഞ്ഞാൽ UP-യിൽ 80 സീറ്റ് കഴിഞ്ഞാൽ 48 സീറ്റുകൾ. അതിനകത്ത് 31, അതെ, അതിനകത്ത് ഇത്രയും സീറ്റുകൾ അവർ ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. BJP ഏറ്റവും ഡിമിനിഷിംഗ്, ഏറ്റവും പുവർ ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് കഴിഞ്ഞ തവണ ചെന്ന് നിന്നത്. അവിടെ നിന്ന് അവര് 135 സീറ്റുകൾ വിജയിക്കുക ഒരു 4 മാസത്തെ ഇടവേളക്കിടയിൽ, അതും ഭരണം ഇല്ലാതിരിക്കുക, അവർക്ക് സ്വന്തമായിട്ട് ഭരണം ഇല്ലാതിരിക്കുക. ഓക്കെ, ഇതിനകത്ത് കുറെ സംഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാലുണ്ട്. അതായത് ഒന്ന് OBC ഞാൻ വേറൊരു കൺസോൾട്ടേഷൻ. കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇതുപോലൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാകണമെങ്കിൽ ഒരു വലിയ തരംഗം ഉണ്ടാവണം. അതായത് സംസ്ഥാനത്ത് മൊത്തത്തിൽ ഒരു പ്രോ റൂൾ തരംഗം, അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വലിയ തരംഗം നിലനിൽക്കണം. നമ്മൾ സാധാരണ അങ്ങനെ ഒരു തരംഗം നിലവിലുണ്ട് എങ്കിൽ സാധാരണ മനുഷ്യന്മാർക്ക്, നമുക്ക് റോഡിലിറങ്ങിയ ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ പ്രതിപക്ഷത്തിന് വലിയ റോളൊന്നുമില്ല, ഭരണപക്ഷത്തിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയാണ് ഭൂരിഭാഗം ജനങ്ങളും, അവരോട് വലിയ അതൃപ്തിയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ജേർണലിസ്റ്റുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ പല ഇലക്ഷനും കവർ ചെയ്യാൻ പോകുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു മണ്ഡലത്തിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് ചിലപ്പോൾ ഓട്ടോറിക്ഷക്കാരോടോ അവിടെയുള്ള കച്ചവടക്കാരോടോ അവിടെയുള്ള സാധാരണ മനുഷ്യന്മാരോടോ ഒക്കെ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ എന്താണ് അവരുടെ ഉള്ളിലുള്ള ഇമോഷൻ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാകാൻ പാകത്തിലുള്ളൊരു തരംഗം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മനസ്സിലാക്കാത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. സിബിക്ക് തോന്നിയിരുന്നു അങ്ങനത്തെ ഒരു തരംഗം അവിടെ നിലനിൽക്കും? അത് തന്നെ രാജീവ് ഞാൻ പറഞ്ഞത്. അതായത് അവിടുത്തെ ഏറ്റവും ശക്തമായ, അതായത് ഏറ്റവും കൂടുതൽ BJP ശിവസേന സഖ്യത്തിന് അനുകൂലമായിട്ട് നിന്നൊരു ബെൽറ്റ് എന്ന് പറയുന്നത് കൊങ്കൺ ബെൽറ്റ് ആണ്, കൊങ്കൺ മുംബൈ ബെൽറ്റ്. ഓക്കെ, അപ്പൊ കൊങ്കണിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം യാത്ര ചെയ്ത നിരവധി പത്രപ്രവർത്തകരായിട്ട് നമ്മൾ ഈ കണ്ടിന്യൂസ്ലി സംസാരിക്കുന്നത്, എല്ലാ പ്രദേശങ്ങളിൽ യാത്ര ചെയ്ത പത്രക്കാരായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അവർ തന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കൊങ്കൺ മേഖലയിൽ ഫൈറ്റ് ഉണ്ടെന്നാണ്. കൊങ്കൺ മേഖല അവർക്ക് വളരെ സുപ്രമസിയുള്ള, അതായത് കൊങ്കൺ ബോംബെ എല്ലാം കൂടെ ചേർത്തിട്ട് 75 സംതിങ് സീറ്റുകളുണ്ട്. ഇതിനകത്ത് ഏതാണ്ട് 48 സീറ്റിലും മഹായുതിക്ക്, അതായത് BJP സഖ്യത്തിനാണ് മേൽക്കൈ. ബാക്കി 27 സീറ്റിനേ ഉള്ളൂ മഹാവികാസ് അഘാഡിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വെച്ച് നോക്കിയാൽ മേൽക്കൈ. അതായത് വളരെ ക്ലിയർ ആയിട്ട് NDA മുന്നിൽ നിൽക്കുന്ന ഒരു ഏരിയ. ഈ ഏരിയയിൽ യാത്ര ചെയ്ത ആൾക്കാര് പറഞ്ഞത് അവിടെ ഫൈറ്റ് ഉണ്ട് എന്നാണ്. അല്ല, അതായത് ഇത്രയും വലിയൊരു തരംഗം ഉണ്ടെങ്കിൽ ഇവരുടെ ഏറ്റവും അനുകൂലമായ ഏരിയയിൽ ഫൈറ്റ് വരണ്ടല്ലോ, ലാൻഡ് സ്ലൈഡ് ആണല്ലോ, വേറെ ആരും ഉണ്ടാവില്ലല്ലോ. അവിടെ വരെ ഫൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം പിറ്റേന്ന് വളരെ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി വെച്ചതുപോലെ എല്ലാ പത്രങ്ങളിലും വന്നൊരു വാർത്ത എന്ന് പറയുന്നത് RSS ഇറങ്ങി വർക്ക് ചെയ്തു, അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് വൻ വിജയം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതും ഒരു വലിയ നെറേറ്റീവായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് ഇങ്ങനെ BJP മാറിയിരിക്കുന്നു. അതിൽ RSSനുള്ള അതൃപ്തി, അതുകൊണ്ട് RSS കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വേണ്ട വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഫഡ്നാവിസ് എന്ന് പറയുന്ന നേതാവ് RSSന് വളരെ വേണ്ടപ്പെട്ട നേതാവാണ്. മാത്രമല്ല ഈ ഭരണം തിരിച്ചെടുക്കുക എന്നുള്ളത് RSSന് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതുകൊണ്ട് RSS വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഫലമാണ് ഇത് വളരെ പോപ്പുലറായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. എനിക്കതിനകത്ത് പറയാനുള്ള ഈ RSSും വെള്ളാപ്പള്ളി നടേശനും SDPI ഒരുപോലെയാണ്. ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ 3 പേരും അത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണെന്ന് പറയും, അല്ല ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് പറയും. അത് പൊതുവെ കേരളത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന, കേരളത്തിലുള്ള ഒരു ട്രെൻഡും അല്ലെ ഇന്ത്യയിൽ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു ട്രെൻഡ് പോലെയാണ്. അതായത് ഒന്നാലോചിച്ച്, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ UP-യിലും മഹാരാഷ്ട്രയിലും മാത്രം RSS പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചു. അതെന്താ, അത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ RSS ഈ തീരുമാനം എടുത്തില്ലേ? ബാക്കി ബീഹാറിൽ വളരെ സിമ്പിളായിട്ട് വൻ ഭൂരിപക്ഷത്തിൽ അവർ നേടിയല്ലോ. കർണാടകയിൽ ഭരണം കോൺഗ്രസിന്റെ കയ്യിലേക്ക് തന്നെ സാമാന്യം നല്ല നിലയുള്ള സീറ്റുകൾ BJP നേടിയല്ലോ. അപ്പൊ എന്തടിസ്ഥാനം? അപ്പൊ ഇവിടൊക്കെ RSS പ്രവർത്തിക്കുകയും മഹാരാഷ്ട്രയിലും UP-യിലും മാത്രം RSS പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു?
ഒരു സാഹചര്യം ഉണ്ടായില്ല. RSS എല്ലാ ഇലക്ഷനിലും വർക്ക് ചെയ്യും, എല്ലാ ഇലക്ഷനിലും കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യും. കഴിഞ്ഞ 2019 ഇലക്ഷനിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. 2019 ഇലക്ഷനിൽ 1-2 സീനിയർ RSS ഫംഗ്ഷണറിയേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾ 220 to 240 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് വേണ്ടുന്നത് മോദിയുടെ ഒരു വലിയ അപ്രമാദിത്വം ഞങ്ങൾക്ക് താല്പര്യമില്ല. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ ഈ ലെവലിൽ ഉണ്ടാകും, ഈ ലെവലിലേക്ക് കൊണ്ടുവരും സീറ്റുകൾ, അത്രയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ലെവലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സഖ്യകക്ഷി പ്രധാനമന്ത്രിയായിട്ട് നിതിൻ ഗഡ്കരി വരണം എന്നാണ് സംഘിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ആ തവണത്തെ ഇലക്ഷനിൽ 303 സീറ്റുകൾ വാങ്ങി മോദി മൃഗീയ ഭൂരിപക്ഷം വാങ്ങിച്ച അധികാരത്തിൽ നിന്ന് RSS എവിടെ പോയി? RSS അഥവാ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും RSS എവിടെ പോയി? അപ്പം ഈ അടുത്ത തവണ അവർ പറഞ്ഞു ഞങ്ങൾ ഈ 2 സംസ്ഥാനങ്ങളിൽ മാറുന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴേ ഇത് പറയുന്നത് കേട്ടോ, റിസൾട്ട് മുമ്പല്ല. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 സംസ്ഥാനങ്ങളിൽ മാറുന്നു എന്ന് പറയുന്ന ഒരു അവകാശവാദമായിട്ട് അവർ രംഗത്ത് വന്നു. ഇപ്പൊ ഇവർ പറയുന്നു മഹാരാഷ്ട്രയിൽ. ഒന്നാലോചിച്ച് നോക്കും, മഹാരാഷ്ട്രയിലെ സാധാരണക്കാരന് ഫഡ്നാവിസിനെ എത്ര പേർക്ക് അറിയാം? ഇന്ത്യയിൽ ഇപ്പൊ എല്ലാ ഗ്രാമാന്തരങ്ങളിലും അറിയാവുന്ന ഒരു പേര് സത്യത്തിൽ മോദിയുടെ തന്നെയാണ്. BJPയുടെ നേതാവായിട്ട് മോദിയുടെ പേര് തന്നെയാണ് അറിയാവുന്നത്. മോദിക്ക് ചെയ്യാത്ത വോട്ട് ഫഡ്നാവിസിന് ചെയ്യൂ. അതും ഫഡ്നാവിസ് മഹാരാഷ്ട്രയിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികളെ, മറാത്തയുടെ സ്വന്തം 2 പാർട്ടികളാണ്, അവരുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന 2 പാർട്ടികളാണ്, ശിവസേനയും ശരത് പവാറിന്റെ NCPയും. ഇതിനെ രണ്ടിനെയും പിളർത്തിയ ഫഡ്നാവിസിനോട് മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് ഇത്ര സ്നേഹവും, അത് ഭയങ്കര ഡിബേറ്റബിൾ ആയ സംഗതിയാണ്. മനസ്സിലായി? അതായത് ഇയാൾക്ക് കിട്ടാത്ത ഭൂരിപക്ഷം, മോദിക്ക് കിട്ടാത്ത ഭൂരിപക്ഷം ഫഡ്നാവിസിന് കിട്ടുക, മോദിക്ക് ചെയ്യാത്ത വോട്ട് ഫഡ്നാവിസിന് വേണ്ടി ചെയ്യുക. എന്ത് കഥയാണിത്? ഇതൊക്കെ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നറേറ്റീവുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈവൻ എനിക്ക് ഈ മൈ ആക്സസ് ഇന്ത്യ സർവേ ഉണ്ട്, ഒരു ആക്യുറേറ്റ് ആയിട്ട് പറയുന്ന ഒരു സംഭവം. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാറ്റേൺ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ തവണ 303 സീറ്റ് വാങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ BJPക്ക് ബാക്കി എല്ലാവരും 260, 270 എന്ന് പറയുന്ന ഒരു സേഫ് സോണിൽ പ്രവചിച്ചപ്പോൾ BJPക്ക് NDAക്ക് മൊത്തം 320ഓളം സീറ്റുകൾ കിട്ടുമെന്ന് പ്രവചിച്ച സർവേ ആയിരുന്നു അവര്. ആ പ്രവചനം ആൾമോസ്റ്റ് കറക്റ്റ് ആയി. അതിനേക്കാൾ കുറച്ചുകൂടെ മോളിൽ പോയി അന്നത്തെ NDAയുടെ മൊത്തം സീറ്റുകൾ. മനസ്സിലായോ? ഇപ്പൊ നോക്കൂ, അതിനുശേഷം കഴിഞ്ഞ ഇലക്ഷനിൽ ഇവരെല്ലാം ലാൻഡ് സ്ലൈഡ് പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് വലിയ പണിക്കൊന്നും പോയിട്ടില്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ, നമുക്ക് കാഴ്ചക്കാർക്ക് തോന്നിക്കുന്ന രീതിയിൽ അവര് ഉദ്ദേശിച്ചത്ര റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഈ വർഷം നോക്കുക, ഈ വർഷം ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിൽ ഈ സകല സർവേകളും BJPക്ക് അനുകൂലമായിട്ട് പറഞ്ഞത് ഒറ്റ സർവേ മാത്രമാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ MVAക്ക് അനുകൂലം, ഇന്ത്യാസ് മുന്നണിക്ക് അനുകൂലമായിട്ട് പറയുന്നത്. അത് ആക്സിസ് മൈ ഇന്ത്യ സർവേയാണ്. അവർ വളരെ കൃത്യമായിട്ട് പറയുന്നു 55 സീറ്റുകൾ നേടും. അതുപോലെ സംഭവിക്കും. അതിനുശേഷം രണ്ടാമതെടുക്കുക ഈ മഹാരാഷ്ട്ര ഇലക്ഷനിൽ വൈകിട്ട് സർവേ അവർ പുറത്തു വിടുന്നില്ല. അവർ പറയും ഞങ്ങൾ കൂടുതൽ പഠിക്കണം, കൂടുതൽ പഠിച്ച ശേഷം കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ഞങ്ങൾ പിറ്റേന്ന് പ്രഖ്യാപിക്കും. എന്നിട്ട് അവർ 180 സീറ്റുകളിൽ ആരും പ്രവചിക്കാത്ത അത്ര ഉയർന്ന സീറ്റുകൾ പ്രഖ്യാപിക്കും. അതിനുശേഷം അവർ 235 സീറ്റുകൾ, ഒരുപക്ഷെ അവരുടെ ലക്ഷ്യം 180 ആയിരിക്കും, കയറിപ്പോയായിരിക്കും, കാരണം അത്ര നാളെ കൃത്യമായിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ, കാരണം ലഡ്കി ബഹൻ പദ്ധതിയുടെ ആനുകൂല്യം അവർ കണക്കിലെടുക്കാതെ തന്നെ എന്തെങ്കിലും കണക്കൂട്ടി ചെയ്താകാം, എനിക്കറിയില്ല. ഞാനത് ഒരു അതായിട്ട് പറയല്ല. പക്ഷെ ഒരു കാര്യം വളരെ സത്യമാണ്, അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ ഇലക്ഷനുകൾ നോക്കുകുത്തിയായി പോകും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമല്ല. ഞാൻ ഒരിക്കൽ ചോദിക്കട്ടെ സിബി, ഈ പറയുന്ന ഈ ജനക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രഖ്യാപിച്ച ഈ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ച് പണം നേരിട്ട് അക്കൗണ്ടിലേക്ക് കൈമാറുന്ന, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ അല്ലെങ്കിൽ വർഷത്തിൽ 2.5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങളിലേക്കാണെങ്കിൽ പോലും പണം നേരിട്ട് കൈമാറുന്ന സ്കീമുകളുണ്ടല്ലോ. ഈ സ്കീമുകൾ അതടക്കമുള്ള ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ഉണ്ടാക്കിയൊരു വലിയ ഇമ്പാക്റ്റ് അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? രാജ്യത്തെ അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അത് ഞാൻ ഒരു കാരണവശാലും ആ ഇമ്പാക്റ്റിനെ എതിർക്കുകയോ അല്ലെങ്കിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്ന് പറയുകയോ ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ പറയുന്നത് അതായത് 3 മാസം മുമ്പ് പ്രഖ്യാപിച്ച ഒരു സ്കീം വെച്ചിട്ട് ഇത്രയും വലിയൊരു മാറ്റം സാധ്യമല്ല. ഇത് കൂടാതെ ഒരുപാട് പൈസ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിന്റെ മൊത്തം ബജറ്റിനേക്കാൾ കൂടുതൽ പൈസ ഈ ഒറ്റ ഇലക്ഷനിൽ വോട്ട് വാങ്ങലിന് മാത്രമായിട്ട് മഹാരാഷ്ട്ര ചിലവാക്കിയിട്ടുണ്ട്. കാരണം ഒരു സുഹൃത്ത് പറഞ്ഞാണ്, അയാളുടെ ഡ്രൈവർ വിശ്വസിക്കാൻ എനിക്കറിയില്ല, പക്ഷെ അയാളുടെ ഡ്രൈവറുടെ ഫാമിലി 4 വോട്ടുണ്ട്. ഓക്കെ, അയാളുടെ വീട്ടിൽ കിട്ടിയത് 54,000 രൂപയാണ് 4 വോട്ടുകൾക്കായിട്ട് ഒരു കക്ഷി പറഞ്ഞത്. എനിക്ക്
അതിനകത്ത് അറിയാവുന്ന സംഗതികൾ കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് 3000, 4000, 5000 രൂപ വെച്ചിട്ട് പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അതായത് 5 ലക്ഷം വോട്ടർമാരുള്ളൊരു മണ്ഡലത്തിൽ ഇത്തവണ കൊടുത്ത പണം, വിജയിച്ച പാർട്ടി കൊടുത്ത പണം ഏതാണ്ട് 4000 രൂപയാണ് പെർ വോട്ട്. അപ്പൊ നിങ്ങൾ ആ 5 ലക്ഷം വോട്ടർമാരുള്ളൊരു മണ്ഡലത്തില് 4000 രൂപ വെച്ചിട്ടാവുമ്പോൾ അതിനൊരു 50% പേർക്കെങ്കിലും ഈ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയ പണത്തിന്റെ കണക്കൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കോടി രൂപ വേണ്ടി വരും? അതെ. അതായത് ഞാൻ പറയുന്നത് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് മിനിമം ഒരു 50,000 കോടി രൂപ ഏറ്റവും കുറഞ്ഞത് ചെലവഴിച്ചിട്ടുണ്ടാവും. ഏറ്റവും കുറഞ്ഞ കണക്ക് 1,00,000 കോടി വരെ പോയാലേ ചിലപ്പോൾ പ്ലാൻ ഉണ്ടല്ലോ. അമ്മാതിരി പൈസ. പക്ഷേ ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഈ ഇറക്കുന്ന പണം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ 4 മാസം മുമ്പ് നടന്ന അല്ലെങ്കിൽ 5 മാസം മുമ്പ് പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ചെലവാക്കിയിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്തു. അതാണ് കാരണം. നമ്മളിപ്പോ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, മഹാരാഷ്ട്ര പോലുള്ള പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ വരുമ്പോൾ ഈ പണം കിട്ടുക എന്ന് പറയുന്നത് തങ്ങളുടെ അവകാശമായിട്ട് വോട്ടർമാർ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ ഇത് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ള ഒബ്ലിഗേഷനിലല്ല, മറിച്ച് ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് പൈസ കിട്ടിയിരിക്കണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വോട്ടർമാരുടെ മാനസികാവസ്ഥ എത്തി. അപ്പൊ അത് ഫലത്തിനെ സ്വാധീനിക്കുമെന്ന് വൻതോതിലൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? പക്ഷെ അതിനേക്കാൾ ഉപരി, കാരണം നേരത്തെ രാജീവ് തന്നെ പറഞ്ഞ പോലെ ലോക്സഭാ ഇലക്ഷനിൽ ഇതേ പണം പോയിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ വോട്ട് ചെയ്തില്ല. ആൾക്കാർ അവരുടെ ഇഷ്ടപ്രകാരമാണ് വോട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ ഇത്രയും വലിയ മാറ്റം, ഞാൻ വീണ്ടും പറയുന്നു, ഈ ലഡ്കി ബഹൻ സ്കീം നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 170 സീറ്റുകൾ വരെയൊക്കെ BJP സഖ്യത്തിന് പിടിക്കാൻ പറ്റുമായിരുന്നേനെ. കാരണം ഇനി ഏത് സ്കീം പ്രഖ്യാപിച്ചാലും അവിടെ ഇളകാത്ത കുറച്ച് വോട്ടുകളുണ്ട്. അതായത് ഉദാഹരണമായിട്ട് ബാലാസാഹേബ് തോരാട്ട് എന്ന് പറയുന്ന നേതാവ് പരാജയപ്പെടുന്നു. കോൺഗ്രസിന്റെ CLP ലീഡർ ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന്റെയൊക്കെ കുടുംബ മണ്ഡലമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളായിട്ട്, തലമുറകളായിട്ട് അവർ കൊണ്ടുനടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടൊന്നും അവർ തോക്കില്ല നോർമലി. നാനാ പട്ടോളെ ജയിക്കുന്ന 200 വോട്ടിനാണ്. 208 വോട്ടിന്. അതെ. അപ്പൊ അദ്ദേഹം ഒന്നും ഒരു 25,000 വോട്ടിന് ജയിക്കേണ്ട ആളാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആ രൂപത്തിൽ വളരെ കൃത്യമായിട്ട് ഒന്നാലോചിച്ച് കോൺഗ്രസ് 14 പാർലമെന്റ് സീറ്റ് ജയിച്ചിട്ട് 5 മാസത്തിനുള്ളിൽ 16 നിയമസഭാ സീറ്റാണ് ജയിക്കുന്നത്. ഇത് ഏത് രീതിയിലാണ് ന്യായീകരിക്കാൻ പറ്റുക? ഞാൻ പറയുന്നു, ഞാൻ ഇതെല്ലാം അംഗീകരിക്കുന്നു. ഷിൻഡെ ഒരു വലിയ മാറ്റം, ഒരു പ്രതീക്ഷയിൽ കവിഞ്ഞിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഷിൻഡെ വന്നു, ഷിൻഡെ ഈ പറഞ്ഞ ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചു, വൻതോതിൽ പൈസ ഇറക്കി. 30,000-ൽ പരം കോടി രൂപയാണ് അവർ ക്ഷേമ പദ്ധതികൾക്ക് മാത്രമായിട്ട് കഴിഞ്ഞ 4-5 മാസം കൊണ്ട് ചെലവഴിച്ചത്. ഇതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നു, അവര് പരസ്പരം വിശ്വസിക്കാത്ത, പരസ്പരം വെട്ടാൻ നിന്ന ഒരു സഖ്യമാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ട്രാൻസ്ഫർ നോർമൽ കണ്ടീഷനിൽ സാധ്യമായിരുന്നില്ല. മനസ്സിലായി? കാരണം ലോക്സഭാ ഇലക്ഷന് ശേഷം ഈ പറഞ്ഞ പ്രതിസന്ധി അവർക്കിടയിൽ കൂടിയിട്ടേയുള്ളൂ, അല്ലാതെ കുറയല്ല ചെയ്തത്. അല്ലാതെ ഞങ്ങൾ തോറ്റുപോകും, നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്ന രീതിയിൽ കുറയല്ല ചെയ്തത്, അത് കൂടുകയാണ് ചെയ്തത്. അങ്ങനെ കൂടി വന്ന സാഹചര്യത്തിൽ പോലും അവർക്ക് ഇത്രയേറെ സീറ്റുകൾ കിട്ടുക എന്ന് പറയുന്നത് എനിക്കറിയില്ല. എന്റെ സാമാന്യ യുക്തിക്കും എന്റെ നിരീക്ഷണങ്ങൾക്കും ഞാൻ അവിടെ കണ്ട കാഴ്ചകൾക്കും ഒന്നും സാധൂകരണമല്ല ഈ റിസൾട്ട്. റൈറ്റ്. അങ്ങനെ വരുമ്പോൾ CB, ഈ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ നേതാക്കൾ എന്താണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ നോക്കുമ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള റിയാക്ഷൻ ഈ പറയുന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന്, ആരുടെ ഭാഗത്തു നിന്ന് ഞാൻ കണ്ടില്ല. കോൺഗ്രസിൻ്റെ ഇപ്പോൾ നാനാ പട്ടോളയുടെ ഭാഗത്തു നിന്നാണെങ്കിലോ, അല്ലെങ്കിൽ സുപ്രിയ സുലെ പറഞ്ഞത് ഇത് ജനങ്ങളുടെ വിധിയാണ്, ഇതെന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പഠിക്കും എന്നൊക്കെ പറഞ്ഞ് സാധാരണ നിലയ്ക്കുള്ള ഒരു റിയാക്ഷൻ മാത്രമാണ് സുപ്രിയ സുലയുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടത്. ശിവസേന ഉദ്ധവ് താക്കറയുടെ വിഭാഗത്ത് സഞ്ജയ് റാവത്തിൻ്റെയൊക്കെ വളരെ ഉപരിപ്ലവമായിട്ട് ഇത് ജനങ്ങളുടെ വികാരത്തിൻ്റെ പ്രകടനമാണ്, അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങൾ പഠിക്കുകയാണ്, ഇതാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇവർക്കും വലിയ ധാരണയില്ല എന്നാണോ? അതെ, ശരിക്കും എന്താണ് സംഭവിച്ചത്? കാരണം ഈ എന്താ പറയുന്നത്, വോട്ടിംഗ് മെഷീൻ റിഗ്ഗിങ് എന്ന് പറയുന്നത് കോൺഗ്രസ് ഒത്തിരി കാലമായിട്ട് പറഞ്ഞ് അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ട് തേഞ്ഞു പോയൊരു സാധനമാണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ അത് ഇനിയും പറയുന്നതിനകത്ത് കാര്യം, കാരണം കൃത്യമായ തെളിവോ അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളതിന്റെ ഒരു ഡെമോയോ കാണിക്കാൻ പറ്റാത്തടത്തോളം കാലം അവർക്ക് യാതൊരു സംഭവമില്ല. അപ്പം ഈവൻ നമ്മൾ കൃത്രിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ മറുപടി വരും. ജാർഖണ്ഡിൽ ഇതേ വോട്ടിംഗ് മെഷീൻ വെച്ചിട്ടില്ലേ ഇലക്ഷൻ നടത്തിയത്, അവിടെ നിങ്ങളുടെ സഖ്യമല്ലേ വലിയ തോതിൽ വിജയിച്ചെന്നുള്ള ഒറ്റ മറുപടിയിൽ തീരാവുന്ന വിമർശനം മാത്രമേ ഈ വോട്ടിംഗ് മെഷീൻ ചൂണ്ടാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് അവിടെ 2 കൊടുത്തിട്ട് ഇവിടെ 2 എടുക്കുകയാണ്. മനസ്സിലായോ? അവിടെ 2 ചെറിയ സാധനം കൊടുത്തിട്ട് ഇവിടെ വലിയ സംഭവം നമ്മളിങ്ങോട്ട് എടുക്കുകയാണ്. അതാണ് വ്യത്യാസം. ഈവൻ നിങ്ങൾ രസകരമായിട്ടൊരു കാര്യം രാജീവ് മനസ്സിലാക്കേണ്ടത്, കുറെ കാലം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ ഒരു ട്വീറ്റ് ചെയ്തു, വോട്ടിംഗ് മെഷീൻ റിഗ്ഗിങ് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അതിന് മറുപടി കൊടുത്തത് എലോൺ മസ്ക് ആണ്.
മനസ്സിലായി. എലോൺ മസ്ക് പറഞ്ഞു ഏത് മെഷീനും കൃത്രിമം കാണിക്കാൻ പറ്റും, ഉം. ഏത് മെഷീനും കൃത്രിമം കാണിക്കാൻ പറ്റും. അവസാനം രാജീവ് ചന്ദ്രശേഖരൻ മറുപടി പറയാതെ ഓടി രക്ഷപ്പെടുമായിരുന്നു. ഓക്കെ, എനിത്തിങ് ക്യാൻ ബി ഹാക്ഡ് എന്നാണ് പുള്ളിയുടെ മറുപടി. ആ എലോൺ മസ്ക് ഇന്നലെ ഇറക്കിയ ട്വീറ്റ് വായിച്ചാൽ ഭയങ്കര രസമാണ്. അദ്ദേഹം പറയുന്നത്, നോക്കൂ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എത്ര മനോഹരമാണ്. ഒറ്റ ദിവസം കൊണ്ട് വോട്ടെണ്ണി തീർന്നിരിക്കുന്നു. അമേരിക്കയിൽ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാലിഫോർണിയയിൽ വോട്ടെണ്ണി തീർന്നിട്ടില്ല. മനസ്സിലായി. അതായത് ട്രംപിന്റെ വിജയത്തിന് ശേഷം ട്രംപിന്റെ കൂടെ നിന്ന് എലോൺ മസ്കിലേക്ക് വരെ ഈ പറഞ്ഞ സംഭവത്തിൽ നേരത്തെ 6 മാസം മുമ്പ് പറഞ്ഞ ഒന്ന് മാറ്റി പറയിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ലോകത്തെ വലതുപക്ഷം എല്ലാം ഒന്നിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ 81 സീറ്റുള്ള ജാർഖണ്ഡ് നിയമസഭയിലെ 55 56 സീറ്റിൽ ഇന്ത്യ സഖ്യം വിജയിച്ചു. അത് വലിയ വിജയമാണ്. അവിടെ ഉണ്ട്. ഇപ്പുറത്ത് 288 സീറ്റുള്ള ഇന്ത്യൻ GDP-യുടെ 15% സംഭാവന ചെയ്യുന്ന ഏറ്റവും അധികം സമ്പത്തുള്ള, അത് കണക്കിലുള്ളതും ഇല്ലാത്തതുമായ സമ്പത്ത് ഏറ്റവും അധികമുള്ള ഒരു സ്റ്റേറ്റിൻ്റെ അതിൻ്റെ നിയന്ത്രണം വളരെ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വേണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെയും BJP-ക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു അവസ്ഥയോടുകൂടെ അവിടെ BJP ജയിക്കുന്നു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച മാജിക് എന്ന് പറയുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞ അവിശ്വസനീയമാണ്, അങ്ങേറ്റ അവിശ്വസനീയം. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് ഈ റിസൾട്ടിനെ സാധൂകരിക്കുന്ന ഒന്നും, ഓക്കെ നമുക്കിനി നാളെ സമാധാനിക്കാം. ഈ പറഞ്ഞതുപോലെ വിവിധ വിശകലനങ്ങൾ വരുമ്പോൾ ലടുക്കി ബഹൻ സ്കീം വൻതോതിൽ പ്രയോജനപ്പെട്ടു, ആ സ്കീം പ്രയോജനപ്പെട്ടു, പിന്നെ BJP സഖ്യകക്ഷികളും കൂടെ വോട്ട് അങ്ങനെ ഇറക്കിയ പൈസ, വൻതോതിൽ പൈസ ഇറക്കി അത് പ്രയോജനപ്പെട്ടു. പിന്നെ നമുക്ക് പറയാം ഈ പറഞ്ഞ ഫഡ്നാവിസിനോടായിരിക്കും മോദിയേക്കാൾ ആൾക്കാർക്ക് കൂടുതൽ സ്നേഹം, അതുകൊണ്ട് പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് MBA സഖ്യം ഉണ്ടായിരുന്നില്ല, കടുത്ത ക്ലോസ്നെസ്, ഹാർട്ട് ടു ഹാർട്ട് ബന്ധമായിരുന്നു മഹായുതിയിലെ BJP-യുടെ സഖ്യകക്ഷികൾക്ക് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എന്താ പറയുന്നത് വിശകലനങ്ങളൊക്കെ നമുക്ക് വേണം എഴുതാം. മനസ്സിലായില്ലേ? കാരണം ഇത് നമുക്ക് വെളുപ്പിക്കാനുണ്ടെങ്കിൽ മനസ്സിലായി. പക്ഷെ എല്ലാ വെളുപ്പിക്കലിനും അപ്പുറത്ത് ഒരു വലിയ സംശയം കിടപ്പുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? കാരണം ഇതിങ്ങനല്ല സംഭവിക്കേണ്ടിയിരുന്നത്. ഇതൊരു അയഥാർത്ഥ റിസൾട്ടാണ്. അത് എങ്ങനെ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ അതിന്റെ സഖ്യകക്ഷികളും ഈ ടെക് വേൾഡിനോട് മനസ്സിലായേ, ഇതെങ്ങനെ സംഭവിക്കാനാണ് സാധ്യത, നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം, പറഞ്ഞു തരണം എന്നൊരു അപ്പീൽ കൊടുക്കേണ്ട സമയമാണ്. മനസ്സിലായി. അപ്പൊ അവരിനകത്ത് ഏതെങ്കിലും കൊള്ളാവുന്ന ആൾക്കാർ വന്നിട്ട് ഇതെങ്ങനെ സാധിക്കുമെന്ന്, ആ ടെക്നോളജി എന്താണെന്ന് ചിലപ്പോൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവര്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ ഈ സംഭവം സാധൂകരിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇനി ഇങ്ങനെയാണ് സംഭവമെങ്കിൽ സെലക്റ്റീവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്നതിന്റെ അവസാനമായില്ലേ? ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഡെമോക്രസി അല്ലേ? ഒരു ഗോവ കുഞ്ഞു സംസ്ഥാനം പോട്ട് അവരെടുത്തോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഉത്തരാഞ്ചൽ ആ പോട്ട് അവരെടുത്തോട്ടെ, അങ്ങനെ 3-4 സ്ഥലങ്ങൾ അവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്നു. ഓക്കെ, ഡൽഹി അത് പോട്ടെ, AAP എടുത്തോട്ടെ എന്നൊക്കെ വിചാരിച്ച് 1-2 ചെറിയ സ്ഥലങ്ങൾ ബാക്കി എല്ലാവരും എടുക്കും. പിന്നെ അവർക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ, ഇപ്പൊ തമിഴ്നാട്ടിൽ വന്നിട്ട് BJP-ക്ക് നാളെ ജയിക്കാൻ പറ്റില്ല, അവിടെ റിഗ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ വന്നിട്ട് BJP-ക്ക് ജയിക്കാൻ പറ്റില്ല, റിഗ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അല്ലെ അത് ചില സ്ഥലങ്ങളിലൊക്കെ അവർ വിട്ടുകൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു തലത്തിലേക്കാണ് ഈ ഡെമോക്രസിയുടെ പോക്കുന്ന. ഞാൻ ഭയങ്കര എനിക്കറിയാം, ഞാൻ വളരെ എന്താ പറയുന്നത് ഓവറായിട്ട് സംസാരിക്കുകയാണെന്നുള്ളത് ഈ വിഷയത്തിൽ. പക്ഷെ ഞാൻ സംശയിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലത്തേക്കാണോ നമ്മൾ പോകുന്നത് എന്ന് സംശയിക്കണം. കാരണം ഞാൻ ഈ ഒരു ഒറ്റ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് അൺബിലീവബിൾ, ഇറ്റ് വാസ് ക്വയറ്റ് അൺബിലീവബിൾ. കാര്യം ചോദിക്കട്ടെ സിബി, ഈ റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ നോർമലി ഉള്ള പരിശോധനകൾ, അതിപ്പോൾ കോൺഗ്രസ് അവരുടെ യോഗങ്ങൾ കൂടി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തേക്കാം. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കുറച്ചുകൂടെ ഗൗരവത്തിൽ ഒരുപക്ഷെ ഇത് എടുത്തേക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ശരത് പവാർ വിഭാഗവും അതുപോലെ തന്നെ കുറെ കൂടെ ഗൗരവത്തിൽ അത് എടുത്തേക്കാം. കാരണം അവരെ സംബന്ധിച്ചും ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത്തരമൊരു സാധാരണ പരിശോധനകൾ, സാധാരണ രാഷ്ട്രീയ സാമൂഹ്യ പരിശോധനകൾക്കപ്പുറത്ത് ഇത് കുറെക്കൂടെ ആഴത്തിൽ അതിനപ്പുറത്തുള്ള ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധന ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് സിബി വിശ്വസിക്കുന്നത്. അത്തരത്തിലേക്കുള്ള ആലോചനകൾ ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കിടയിൽ ഉണ്ടോ, അതോ അവർ ഇപ്പോഴും സാമ്പ്രദായികമായ പരിശോധന എന്നുള്ള അർത്ഥത്തിലാണ്? കോൺഗ്രസ് MVA വിവിപാറ്റ് എണ്ണാനായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളും 288 മണ്ഡലങ്ങളും വിവിപാറ്റ് എണ്ണി തിട്ടപ്പെടുത്തുന്നതിനായിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതായത് ഓരോ മണ്ഡലങ്ങളും എത്ര 47,000 രൂപ മറ്റോ അടക്കണം.
അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും അടച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത് ഒത്തുനോക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അവർ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ചാണ്, എനിക്ക് അതിന്റെ സാധുത എത്രയാണെന്ന് അറിയില്ല. അണിശക്തി നഗർ മണ്ഡലത്തില് ബോംബെയില് ഇപ്പോ നമ്മളുടെ സന മാലിക്, നവാബ് മാലിക്കിന്റെ മകൾ സന മാലിക് അജിത് പവാർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. എതിരെ മത്സരിച്ച അബു ആസ്മിയുടെ മകൻ ആയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. സ്വരാ ഭാസ്കർ എന്ന് പറയുന്ന നടിയുടെ ഹസ്ബൻഡാണ്. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഘട്ടം വരെ അയാൾ വളരെ മുന്നിലായിരുന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുറച്ച് വോട്ടിംഗ് മെഷീൻ ലാസ്റ്റ് റൗണ്ടുകളിലേക്ക് വരുന്ന വോട്ടിംഗ് മെഷീനുകളിൽ 99% ബാറ്ററി ചാർജ് ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്ന ഒരു ആരോപണം. എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം 4 ദിവസം മുമ്പ് വോട്ടിംഗ് കഴിഞ്ഞ് തീർന്ന മെഷീനകത്ത് 99% ചാർജ് എങ്ങനെ വരും എന്നുള്ള ഒരു ചോദ്യമൊക്കെ അങ്ങനെ ഉയരുന്നുണ്ട്. അപ്പൊ പക്ഷെ ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സംശയങ്ങളും അത്തരത്തിലുള്ള സംഗതികളാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ പറഞ്ഞത് കോൺസ്പിറസി തിയറീസ് ആണ്, സാധ്യതകളാണ്, വൈൽഡായിട്ടുള്ള സാധ്യതകളാണ്. മനസ്സിലായോ? കാരണം അത് എനിക്ക് തന്നെ ഈ ഫലം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, അവിശ്വസനീയമാണ്. മറ്റ് സ്കീമുകളൊക്കെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും മഹായുതിക്ക് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മഹായുതിക്ക് ഒരു എഡ്ജ് ഉണ്ടാകുമായിരുന്നു. പക്ഷെ അത് എഡ്ജാണ്, നമ്മൾ വീണ്ടും പറയുന്നത് എഡ്ജാണ്. രാഷ്ട്രീയത്തിൽ ആ എഡ്ജ് എന്ന് പറയുന്നത് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ അതല്ല ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു പ്രതിപക്ഷം അങ്ങ് തീർന്നു, പ്രതിപക്ഷം കംപ്ലീറ്റ് അങ്ങ് തീർന്നു. അങ്ങനെ തീരുന്ന ഒരു ഇലക്ഷൻ വരണമെങ്കിൽ സത്യത്തിൽ ഒരു ഭരണവിരുദ്ധ വികാര തരംഗത്തിൽ മാത്രമാണ് അങ്ങനെ സാധാരണ സംഭവിക്കാറ്. അതാണ്. അല്ലെങ്കിൽ ഭയങ്കര പ്രോ ആയിട്ട് പിന്നെ റിഗ്ഗിങ് നടന്നിട്ടില്ലെങ്കിൽ രണ്ടാം മോദി സർക്കാർ അത്ര ഒരു വലിയ തരംഗം ക്രിയേറ്റ് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ്. മനസ്സിലായി? റിഗ്ഗിങ് നടന്നിട്ടില്ലെങ്കിൽ. അപ്പം പക്ഷെ അത് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഫീലിംഗ് എങ്കിലും ഉണ്ടായിരുന്നു ഇവർ തന്നെയാണ് വീണ്ടും വരിക എന്നുള്ളത്. അല്ലെങ്കിൽ ആ ഫീലിംഗ് അവർ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നു. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇവിടെ അങ്ങനെ സംഗതി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ടൈറ്റ് മത്സരമായിരുന്നു. ഈ ടൈറ്റ് മത്സരം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിന് മുമ്പ് വരെ ഏതോ ഒരു ആൾക്കാർ വന്ന് കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു, മുഖ്യമന്ത്രി ഞങ്ങളായിരിക്കും എന്നുള്ള ഡയലോഗ് അടിച്ചു. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഒരു കണക്കൂട്ടില്ലേ എവിടെയൊക്കെ ജയിക്കും, എത്രയൊക്കെ ജയിക്കും എന്നുള്ളത്. വെറും വിഡ്ഢികളായിട്ടുള്ള മനുഷ്യരല്ലേ ഇവരെല്ലാം. ഇലക്ഷനിയറിങ്ങിനെ പറ്റിയിട്ട് ജ്ഞാനമുള്ള മനുഷ്യരാണ്. അപ്പൊ അവർക്കെല്ലാം വളരെ കൃത്യമായിട്ട് കാണുമല്ലോ നമുക്ക് എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അത്തരത്തിലുള്ള എല്ലാത്തിനെയും അട്ടിമറിച്ചുകൊണ്ട് ഫലം വരിക എന്ന് പറയുന്നത് അൺബിലീവബിൾ. അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. റൈറ്റ്. സിബി ആവർത്തിച്ച് പറയുന്നത് പോലെ തന്നെ അവിശ്വസനീയമാണ് സത്യത്തിൽ ആ ഇലക്ഷൻ റിസൾട്ടിൻ്റെ. നമ്മളതിൻ്റെ സ്പ്ലിറ്റപ്പ്, വിവിധ ഘടകകക്ഷികൾ, ഓരോ മുന്നണിയും ഘടകകക്ഷികൾക്ക് കിട്ടിയ സീറ്റിൻ്റെ സ്പ്ലിറ്റപ്പൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തീർത്തും അവിശ്വസനീയമാണ് ആ കണക്ക്. പ്രത്യേകിച്ച് ഒരു 6 മാസം മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി കണക്കിലെടുക്കുമ്പോൾ തികച്ചും അവിശ്വസനീയമാണ് ആ റിസൾട്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം അതിനൊപ്പം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ പല മണ്ഡലങ്ങളിലെയും വോട്ട് കണക്കുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ചില മണ്ഡലങ്ങളിലെങ്കിലും പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കൗണ്ട് ചെയ്തു എന്ന് ചില മണ്ഡലങ്ങളിൽ കണ്ടിരുന്നു. അതിൽ ചില മണ്ഡലങ്ങളെങ്കിലും മഹാരാഷ്ട്രയിൽ നിന്നുള്ള മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ചില സംഗതികൾ അവിടെ കിടപ്പുണ്ട്. പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് കൗണ്ട് ചെയ്യപ്പെട്ട മണ്ഡലങ്ങൾ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത അവിടെ കിടക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ട വിധത്തിലുള്ള വിശദീകരണം നൽകിയിട്ടില്ല എന്ന വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നിലനിൽക്കെയാണ് ഈ അവിസ്മരണീയമായ അല്ലെങ്കിൽ അവിശ്വസനീയമായ വിജയത്തിൻ്റെ പിറകിൽ ഇത്തരം ചില ഇടപെടലുകൾ ഉണ്ടോ ഇല്ലയോ എന്ന സംശയം. അത് ഇപ്പോൾ സിബി വീണ്ടും പറഞ്ഞതുപോലെ ഞാൻ ഈ പറയുന്നതൊക്കെ കോൺസ്പിറസി തിയറി ആണ് എന്ന് ആവർത്തിക്കുമ്പോൾ പോലും അങ്ങനെ ആവർത്തിക്കേണ്ടി വരുന്നൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്ന വസ്തുത നമുക്ക് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റാതെ പോകുന്നത്. എന്തായാലും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് അവിടുത്തെ ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ശിവസേന NCP ശരത് പവാർ വിഭാഗവും ഒക്കെ കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുകയും അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടുതൽ ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ തെളിവാർന്ന വിവരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി സിബി ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.